വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ വൃദ്ധ കൊല്ലപ്പെട്ട സംഭവത്തിൽ സംസ്കാരത്തിനും പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും ആവശ്യമായ സഹായം സർക്കാരും പഞ്ചായത്തും നൽകുമെന്ന് AC മൊയ്തീൻ MLA. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തും തദ്ദേശ മൃഗസംരക്ഷണ വകുപ്പുകളുമായി ആലോചിച്ച് നായ്ക്കളെ നിയന്ത്രിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷെൽട്ടർ നിർമ്മിക്കുവാനും പദ്ധതിയുണ്ടെന്നും വിഷയം മുഖ്യമന്ത്രിയുടെയും തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും കളക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. അതിദാരുണവും വേദനാജനകവുമായ ഒരു സംഭവമാണ് ഇന്നലെ ഈ കൊല്ലംപടി എന്ന് പറയുന്ന കടങ്ങോട് പഞ്ചായത്തിലെ ഈ പ്രദേശത്തുണ്ടായത്. വയസ്സി എന്ന ഒരു പരാശ്രയം വേണ്ട ഒരു സ്ത്രീയെ വീട്ടിൽ കയറിയാണ് തെരുവുനായ കടിച്ചത്. അതിൻ്റെ ഭാഗമായി മരണം സംഭവിച്ചു. മകനും ഇതുപോലെ ശാരീരിക സുഖമില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിനും കടിയേറ്റിട്ടുണ്ട്. നായയെ ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട്, അതിനെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്, അത് പരിശോധിക്കുകയാണ്. മറ്റുള്ള ചില അനിഷ്ട സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായി നായ പോയ വഴിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ പഞ്ചായത്ത് അധികൃതരും മറ്റുള്ളവരും നാട്ടുകാർ നല്ല ശ്രമവും ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും തെരുവുനായയുടെ ശല്യം കേരളത്തിലൊരു പ്രശ്നം തന്നെയാണ്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തുകൾക്കും നിലവിലുള്ള നിയമാനുസരിച്ച് സർക്കാരിന് ചെയ്യാവുന്നത് ഇത് ABC പദ്ധതി മാത്രമാണ്. ബർത്ത് കൺട്രോൾ എന്നുള്ള സ്ഥിതി മാത്രമാണുള്ളത്. സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഗൗരവപ്പെട്ട ഇടപെടൽ നിയമസഭയിൽ നടത്തിയിരുന്നതാണ്. നിയമത്തിൽ ആവശ്യമായ ഭേദഗതി ഉണ്ടാകണം. ഉപദ്രവകാരികളായ ഇത്തരം നായകളെ നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെ അഴിച്ചുവിടാൻ അനുവദിക്കാനാവില്ല. അതുകൊണ്ട് അതിനാവശ്യമായ നിയമ ഭേദഗതി വേണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതാണ്.